മാനേജ്മെൻറ്റ്, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോക ടൂറിസം ഭൂപടത്തിൽ മലബാർ അടയാളപ്പെടുത്തിയ അതിമനോഹരമായ ഒരു പ്രദേശമാണ് ബേക്കൽ. ചരിത്രപ്രസിദ്ധമായ കോട്ടയും അതിമനോഹരമായ ബീച്ചും ഉൾപ്പെടുന്ന പ്രകൃതിയുടെ ഒരു വരദാനമാണ് ബേക്കൽ എന്ന് പറയുന്ന ഈ ഡെസ്റ്റിനേഷൻ. ഈ മനോഹാരിതയാണ് ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുന്ന ടൂറിസ്റ്റുകൾക്ക് താമസവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഏർപ്പെടുന്നതിന് വേണ്ടി ആവശ്യമായ റിസോർട്ടുകൾ ആരംഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി 235 ഏക്കർ ഭൂമി അജാനൂർ, പള്ളിക്കര, പുതുമ, ചെമ്മനാട് പഞ്ചായത്തുകളിലായി ഹോട്ടൽ കമ്പനി ഉടമകൾക്ക് ലീസിന് നൽകി അതിനടിസ്ഥാനത്തിൽ ഇതിനകം തന്നെ ലളിത്, താജ് തുടങ്ങിയ 5 നക്ഷത്ര ഹോട്ടലുകൾ ആരംഭിക്കുകയും ചെയ്തു. 95-ൽ ആരംഭിക്കുകയും ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നെങ്കിലും ഈ കമ്പനികളെല്ലാം ഇവിടെ വരികയും റിസോർട്ടുകൾ ആരംഭിക്കുകയും ചെയ്യുന്നത് 2006-2011 കാലത്തെ PS-ൻ്റെ ഗവൺമെൻറ്റിൽ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ബൃഹത്തായ പദ്ധതികൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇടപെടലുകളുണ്ട്. തുടർന്ന് ഇവിടെ അനുവദിക്കപ്പെട്ട ചില പദ്ധതികൾ ചെമ്പരിക്ക, ചേറ്റുകുണ്ട്, ഇത്തരം പദ്ധതികൾ വന്നതോടുകൂടി ബേക്കൽ ടൂറിസത്തിൻ്റെ ഒരു പുതിയ ഉണർവുണ്ടായി. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം നേരിട്ട് പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും നിരവധി ഘട്ടങ്ങളിലായി റെഡി മീറ്റിംഗ് നടത്തുകയും തുടങ്ങിപ്പോയ പദ്ധതികളെല്ലാം ഒന്നുകിൽ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ തുടങ്ങണം അതെല്ലാം ഇടപെടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ മിക്കവാറും എല്ലാ പദ്ധതികളും പ്രവൃത്തി ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2ാം വർഷം അദ്ദേഹം കേരളത്തിലെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ പരിപാടികളിൽ പങ്കെടുത്തത്. അത് കേവലം ഒരു ഫെസ്റ്റിവൽ എന്ന നിലയിൽ മാത്രമല്ല അത് പര്യവസാനിച്ചത്. ബേക്കലിൻ്റെ പേരും പെരുമയുമെല്ലാം ലോകത്താകെ ഉയർന്നു. അതോടൊപ്പം നിക്ഷേപം വർദ്ധിച്ചു. പുതിയ നിക്ഷേപകരെ കണ്ടെത്തി ബേക്കലിലേക്ക് നിക്ഷേപകർ തേടിയെത്തുന്നൊരു കാഴ്ച അതുവഴി ഉണ്ടായി. ഈ വർഷം ആ നിലയിലെങ്കിലും മറ്റൊരു തരത്തിൽ അവിടെ ബീച്ചിൽ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ബേക്കൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് മാറിയിട്ടുണ്ട്. ഒരു വർഷം 5.5 കോടി രൂപ ഇപ്പോൾ ഇതിന് വരുമാനമായി ലഭിക്കുന്നുണ്ട്. വളരെ നന്നായി നടക്കുന്ന, ലാഭകരമായി നടക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം BRDC. പ്രഭാകരൻ ഡയറക്ടർ തുടങ്ങിയവരുടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനം. Good morning, ladies and gentlemen. ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, ടൂറിസം മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ്, കാസർഗോഡ് MP സംബന്ധിച്ച് എടുത്തോളം അഭിമാനകരം സന്തോഷകരം ഇതൊരു ദിനമാണ്. കേരളത്തിലെ ഞങ്ങളുടെ ഇത് ആദ്യ പ്രോജക്റ്റാണ്. കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ അനുമോദിച്ചു. ഇത് ഒരു സന്തോഷം കാര്യമാണ് സർ. Thank you, sir. In spite of your busy schedule for the inauguration of this project, I also extend my wholehearted thanks to Tourism Minister Mr. Mohammad Riaz, who has been very helpful for us in completing this project. IHCL is our brand operator and the name of the project is Gateway Baitul. Support for that, sir. This resort will not only be attended by tourists from Kerala, but a lot of national and international tourists is what we are looking forward to. I would like to thank
Mr. Chetwal and Mr. Dear Tata and the entire IHCL team for bringing Bakel choosing Bakel as a destination for relaunch of their Gateway Imagine brand, and making this one of their flagship hotels in the country. The speed of work, the transparency, and most important, the ethical environment and the clean administration is what I see here. I have done work in a lot of other states, but I really appreciate this government for this. Ladies and gentlemen, please give a round of applause for this completion of this project. Tourism Department, BRDC, their MD is really forthcoming and coming forward for all help needed. Uduma Gram Panchayat, district. Apart from we want to take care of the Tayyam, we want to promote and the weaving community and trying to see how the weavers, the youngsters are a lot more involved and take up weaving as a part of their job, not just move out into other industries. I think this tradition is something which is very close to Bakel and Kasaragod, which I feel personally that I want to be part of. I am wearing a Kasaragod Munda. I am very comfortable and I am very proud of this heritage and tradition. സുഹൃത്തുക്കളെ, എൻ്റെ അമ്മ എപ്പോഴും പറയും, ഒരു മലയാളി ജീവിതം കൈപിടിപ്പിക്കാനായി എത്ര ദൂരം പോയാലും എവിടൊക്കെ പോയാലും അയാൾക്ക് കേരളം എന്നത് തീവ്രമാണ്, വികാരമാണ്. That is something which I have come here and I want to develop. Honorable Tourism Minister and esteemed guests, it's my pleasure to introduce you to IHCL and Gateway Hotels. IHCL is South Asia's largest hospitality company and a portfolio of over 350 hotels with 45,000 keys across 150 destinations. As an organization, we have transitioned from a branded house to a house of brands. We have brands across accommodation, restaurants, and spas. Tourism increasing, we have had the opportunity to launch new brands and formats. This is our second hotel in Bakel, which further enhances our presence in northern Kerala. Kerala is one of India's best leisure destinations, offering hills, beaches, wildlife, and heritage. Through all our properties, we are able to offer differentiated experiences and create itineraries to experience the best of Kerala. Waters, Munnar in the hills, and city hotels like Vivanta Ernakulam and Ginger Kochi. Exclusive stays. Now I would like to introduce one of our newest brands, Gateway Hotels and Resorts. As an organization, we saw various opportunities in the market which led us to introduce this brand. Post-COVID, we've seen a growth in domestic demand and digital platforms and social media has led to increased awareness of newer destinations and a desire to travel. ഉത്തര മലബാറിൽ പ്രത്യേകിച്ച് ബേക്കലി ഗേറ്റ്വേ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഒരു പുതിയ ഹോട്ടൽ സമുച്ചയം കൂടി വരുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിന് മാത്രമല്ല, കേരളത്തിലെ ടൂറിസം മേഖലക്കാരോട് പ്രത്യേക ലക്ഷ്യമായി മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് കേരള സംസ്ഥാനത്തിലെ ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള മലബാറിൽ ആ സാധ്യതക്കനുസരിച്ച് ടൂറിസം വളരുന്നില്ല, അതിന് പരിഹാരം കാണണം എന്നുള്ളതായിരുന്നു. കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ വെറും 6% മാത്രമാണ് മലബാറിലേക്ക് ടൂറിസ്റ്റുകളായി വരുന്ന
ആക്സസിബിലിറ്റി ആണെങ്കിൽ മറ്റൊന്ന് ഹോസ്പിറ്റാലിറ്റി ആണ്. കാര്യം പറയുമ്പോൾ റോഡ് പ്രത്യേകിച്ച് കാസർഗോഡ് വരെ വടക്കൻ ജില്ലകളിൽ റോഡ് മാർഗം യാത്ര ചെയ്യാനുള്ള സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പരിശോധനയിലാണ്. ദേശീയപാത 66 വികസനവും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഒക്കെ വിഭാവനം ചെയ്തതും കിഫ്ബി പദ്ധതികളാൽ ഈ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ മികവുറ്റ റോഡുകൾ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി 2016 മുതൽ സർക്കാർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി ദേശീയപാത എന്ന യാഥാർത്ഥ്യം, ആ സ്വപ്നം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു ദേശീയപാത വികസനത്തിന് ഫണ്ട് ചെലവഴിച്ചുള്ള പദ്ധതി 2025 ഡിസംബർ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആക്സസിബിലിറ്റി എന്നുള്ള നമ്മുടെ മുമ്പിലുള്ള തടസ്സത്തെ നീക്കി നമുക്ക് വേറെ മുന്നോട്ട് പോകാനാണ്. മറ്റൊന്നാണ് ഹോസ്പിറ്റാലിറ്റി. താമസ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുമ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു സ്ഥാപനം വരുമ്പോൾ മറ്റൊരു പ്രത്യേകത, ഒരു പഞ്ചായത്തിൽ 3 പ്രധാനപ്പെട്ട ഹോട്ടൽ സമുച്ചയങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായി കാണാൻ സാധിക്കുന്ന ടൂറിസ്റ്റുകൾക്കും മറ്റുള്ളവർക്കും താമസിക്കാനുള്ള ഇടം ഒരുങ്ങുന്നു എന്നത് മാത്രമല്ല, ഒരു നാടാകെ വികസിക്കുക, ഒരു നാടിന്റെ സമസ്ത മേഖലകളിൽ വികസനം വരിക. നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർത്തുകൊണ്ട് ഉത്തര മലബാറിന്റെ ടൂറിസത്തിന്റെ വികസന സാധ്യതയ്ക്ക് വേണ്ടി ഇതുവരെ പോയതുപോലെ ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. PRDCയുടെ പ്രവർത്തനത്തെ കുറിച്ച് ചൂണ്ടിക്കാട്ടാതെ ഇത്തരം ഒരു പരിപാടിയിൽ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വലിയ നിലയിലേക്കുള്ള ശ്രമം നടത്തി വരികയാണ്. ഈ പദ്ധതി ഉൾപ്പെടെ നിരവധി തടസ്സങ്ങളുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ സർക്കാർ എടുത്തിട്ടുള്ള ഏകോപനത്തിന്റെ ശ്രമത്തിനും ശക്തി പകരാൻ എല്ലാ പിന്തുണയുമാണ്. സർക്കാരിന്റെ ഇത്തരം ഇടപെടലുകൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ PRDCയുടെ വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. PRDCയുടെ വരുമാനം വലിയ നിലയിൽ വർദ്ധിച്ചു. ടൂറിസ്റ്റുകളുടെ എണ്ണം ഈ മേഖലയിൽ അതിന്റെ ഭാഗമായി വർദ്ധിക്കുന്ന സ്ഥിതി വന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യവും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ സംഭാവന നൽകാൻ വേണ്ടി സാധിക്കുന്ന മലബാറിന്റെ ടൂറിസം മേഖലയുടെ കുതിപ്പിന്, പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ടൂറിസത്തിന് കരുത്തു പകരാൻ, കേരളത്തിലാകെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞ ബേക്കലിന്റെ ടൂറിസത്തിന്റെ സാധ്യതയെ വളരെ ഫലപ്രദമായി നമുക്ക് ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് തീർച്ചയായും ഗേറ്റ്വേ ഗ്രൂപ്പിന്റെ പ്രവർത്തനമേറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇവിടെ ഗേറ്റ്വേ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കൂടി കേരളത്തിന്റെ അനന്തമായ അത്തരം സാധ്യതകളെയും പ്രതീക്ഷകളെയും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞതിന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വീകരിക്കാൻ ഒരു ടൂറിസം വകുപ്പിന്റെ മന്ത്രി എന്നുള്ളതിന് ഈ നേരം തയ്യാറായിക്കൊണ്ടത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുകയാണ്. ചൂണ്ടിക്കാണിച്ചതുപോലെ ബേക്കലിന്റെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 1995 ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം 1996 അധികാരത്തിൽ വന്ന നായനാർ മുഖ്യമന്ത്രിയായ സർക്കാരാണ്. ഇപ്പോൾ വർഷത്തിൽ 5 ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു. ബേക്കൽ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി 32 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. പല കാരണങ്ങളാൽ ചിലത് മുടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ പദ്ധതികൾ മുടങ്ങുന്ന നിലയിൽ ഉണ്ടാകരുത് എന്നതാണ്
2016 അധികാരത്തിൽ വന്ന സർക്കാർ കാണിച്ചിരുന്ന നിർത്തുന്നു. അത് ബേക്കലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സംസ്ഥാനമൊട്ടാകെ മുടങ്ങിക്കിടന്ന പദ്ധതികളെ പുനർജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ബേക്കലിലേക്ക് താജ് ഗ്രൂപ്പ് എത്തിച്ചേർന്നു. ഗേറ്റ് വേ റിസോർട്ട് എല്ലാ രീതിയിലും സജ്ജമായി. സ്വാഗതാർഹമായ നിലപാടാണ്. 150 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 151 കിടപ്പുമുറികളുള്ള റിസോർട്ടാണ്. ജോലി കിട്ടാൻ സാധ്യതയുള്ളവരുടെ എണ്ണം നേരത്തെ ശ്രീ പ്രഭാകർ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം കൂട്ടത്തിൽ പറയുകയുണ്ടായി, കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക വികാരം കൂടി ഇതുപോലുള്ള സംരംഭങ്ങൾ വരുന്നതിനിടയാക്കിയിട്ടുണ്ട്. കേരളത്തിലാകാം എന്ന് പറയുന്നത് ഈ വരുന്ന ഫെബ്രുവരിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്താൻ പോകുന്നുണ്ട്. അതിലും അദ്ദേഹം എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ട് എത്താമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേരളത്തിലേക്കുള്ള അവരുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഗേറ്റ്വേ കൂടിയായി മാറട്ടെ എന്നാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലാണ് എന്നാണ് ആ കണക്കിൽ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് വൻ നഗരങ്ങളുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങൾ, പക്ഷെ അവയെല്ലാം പിന്നോട്ടിക്കൊണ്ടാണ് കേരളം ഇത്തരമൊരു നാട്ടിൽ കൈവരിച്ചത്. നമ്മുടെ സാമ്പത്തിക മേഖലയുടെ ചടുലമായ വളർച്ച എങ്ങനെയെന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് കൂടിയാണ് ഇതിനെ കാണേണ്ടത്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും വിനോദസഞ്ചാര മേഖലയും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ചാലകശക്തികളിൽ ഒന്നാണ് വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡിന് മുൻപ്, അതായത് 2019, അത് സർവകാല റെക്കോർഡായി. ടൂറിസത്തിൽ നിന്നുള്ള വിദേശ നാണ്യ വരുമാനം ചരിത്രത്തിൽ ആദ്യമായി 10,000 കോടി രൂപ കടക്കുകയും ചെയ്തു. 2018 അപേക്ഷിച്ച് കേരളത്തിലേക്കുള്ള വിദേശ സഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികൾ, ഇവരുടെ കാര്യത്തിൽ 8.52% 7.81% വളർച്ചയാണ് 2019 ഉണ്ടായത്. 2020 പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകത്താകെ ടൂറിസം മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. 2 വർഷത്തോളം അതിനെ അതിജീവിക്കാൻ ഇക്കാര്യത്തിലുണ്ട്. കേരളത്തിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി, ലിറ്റററി സർക്യൂട്ട്, ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട്, നോർത്ത് മലബാർ ടൂറിസം സർക്യൂട്ട്, പിൽഗ്രിമേജ് ടൂറിസം, ഹെറിറ്റേജ് ടൂറിസം, ഇവയെല്ലാം ഇന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും കേരളത്തിൻ്റെ വ്യവസായം വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വിനോദസഞ്ചാരികൾക്കും ബിസിനസ് യാത്രക്കാർക്കുമെല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്ന മികച്ച ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ ഉണ്ടാവുന്നത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തും. നിങ്ങളുടെ സാധാരണയുള്ള പാരമ്പര്യം അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗേറ്റ് വേ ബേക്കപ്പ് റിസോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു.
ഇന്ന് തന്നെ വിജയകരമായ എല്ലാ തരത്തിലുള്ള നേട്ടത്തിനും വഴി തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. റിയാസ് ഉൾപ്പെടെയുള്ള സമാജനീയരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ പുതിയൊരു അധ്യായം എഴുതിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പുമന്ത്രിയും പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന നാടുകളിൽ ടൂറിസം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. നമുക്ക് ഒന്നിച്ച് നന്നായി ഒറ്റക്കെട്ടായി മുന്നേറാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ ബേക്കൽ ടൂറിസത്തിന് സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് നമ്മൾ പിന്നിടുന്നത്. ഇതിൻ്റെ പ്രാധാന്യം ഇവിടെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നതിനാൽ ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പ്രൗഢമായ പരിപാടിയുടെ നന്ദി സൂചിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായ കർത്തവ്യം. ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് 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 കരളുറപ്പുള്ള കേരളം ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറ
മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.